ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ കിട്ടിട്ട്. കാരണം ഞാൻ 7-ാം തീയതി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മേലുവേദനയും പനിയും ഒക്കെ ആയിരുന്നു. വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു. കാരണം എനിക്ക് കുറേ അധികം സമയം ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ ഈ പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ കാലിലൊക്കെ ഭയങ്കര നീര് വെത്തിയിട്ട് പിന്നെ പനിയും പിടിച്ചു. എന്നാന്നറിയില്ല, നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും, ഫ്ലൈറ്റ് ചെയ്തിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ടായിരിക്കാം. നല്ല ദാഹവും വിശപ്പൊക്കെ കാരണം കഴിച്ച്. ചില സമയത്തും തണുപ്പൊന്നും അങ്ങനെ കുടിക്കാറില്ല. പക്ഷേ നല്ല പ്രവേശമൊക്കെ എടുക്കുമ്പോൾ അതൊന്നും നോക്കൂല, കഴിക്കും. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ കുറച്ച് സേവനവാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്നാണ് എൻ്റെ ഉമ്മച്ചിനെ കാണാൻ ഞാൻ പോണത്. ഉമ്മച്ചിനെ കാണാൻ പോയി. ഉമ്മച്ചിക്ക് നല്ല മേലുവേദനയും നടുവേദന, നടുമിന്നിയേക്കോ എന്നൊക്കെ പറഞ്ഞിട്ടു. അത് കാരണം ഉമ്മച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 2ാമത്തെ ആങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയി, ഉമ്മച്ചിയുടെ അടുത്തേക്ക് പോയി. ഉമ്മച്ചിനെ പോയി കണ്ടു. അപ്പോൾ പിന്നെ വലിയത്താപ്പിന് ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയും, മോളെ ഇവിടെ ആന ഇറങ്ങിക്കോടി, ആന വന്നിട്ടുണ്ട്, ഇവിടെ ആളുകൾ പടക്കം പൊട്ടിച്ചൊക്കെ രാത്രി ആനനെ ഓടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ വലിയുടെ അടുത്ത് ചെന്നു. എനിക്ക് സത്യത്തിൽ അവിടെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകണം. അപ്പോൾ എനിക്ക് പേടി, പടച്ചോനെ വല്ലയിടത്തിൽ ആന നിൽക്കണ്ടോന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നും വന്ന് നിൽക്കല്ല. രാത്രിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി വരുള്ളായിരിക്കാം. പകലൊന്നും അങ്ങനെ വരില്ല. ആൾക്കാരൊക്കെ അനക്കോ ഒച്ചനക്കൊക്കെ മാറിക്കഴിയുമ്പോഴായിരിക്കും വരത്തുള്ളൂ. അപ്പോൾ ഇത്താപ്പണ് പറഞ്ഞു, ആടിനെ കെട്ടാകുമ്പോൾ ഇപ്പോഴൊക്കെ ആനയുടെ കരച്ചിലൊക്കെ കേട്ടു ഇത്ത പേടിച്ച് ഓടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവർ ആ വനത്തിൻ്റെ സൈഡിൽ കൂടെ സൈഡിലുള്ള സ്ഥലത്ത് കുറച്ച് പയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ പയറുമേക്കടെയൊക്കെ ആന കയറി ഇട്ടുണ്ട്. ആന ഇപ്പോൾ അതിൻ്റെ അപ്പുറം നിൽക്കണ പനിയൊക്കെ ഒടിച്ച് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വീടിൻ്റെ തൊട്ട് മുടുക്കണ പരയുടെ താഴെ ആന വന്ന് പനിയൊക്കെ ഒടിച്ചിട്ടുണ്ട്. അപ്പം അത്ര അടുത്തുണ്ട്, അതായത് കുറച്ച് മീറ്ററുകൾ അടുത്ത് വരെ ആന വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണെങ്കിൽ ഭയങ്കര ചൂടാണ്. ഈ ആനയ്ക്ക് ദാഹിച്ചിട്ടും ഭക്ഷണം ഇല്ലാണ്ടൊക്കെ ആയിട്ടായിരിക്കാം വന്നത് ഇങ്ങനെ ആനകൾ. അല്ലാണ്ട് ഇപ്പോൾ മനുഷ്യരെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു തന്നെയല്ലല്ലോ, അതുങ്ങൾക്ക് വിശന്നിട്ട് തന്നെയാണ്. പക്ഷേ ഈ ആളുകളൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചും പടക്കം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആനനെ പേടിയാത്ത മനുഷ്യരുണ്ടോ? അപ്പോൾ ആനയ്ക്കും ദേഷ്യമാണ്, മനുഷ്യർക്ക് പേടിയാണ്. ആകെ ഇടങ്ങേറ്. ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഇത്രയും വർഷത്തിനോടൊക്കെ ആദ്യമായിട്ടാണ് അവിടെയൊക്കെ ഞാനൊക്കെ ആ കൂപ്പിക്കൂടെയൊക്കെ ഫുള്ള് മുള്ളമ്പഴം പറിക്കാനും കുളിക്കാനും വിറക് വെട്ടാനൊക്കെ നടക്കണ കാടായിരുന്നു. അന്നൊന്നും ഒരു സാധനമില്ല. കേഴയാടില്ലേ, കേഴമാൻ പോലെ ഇരിക്കണം, അതൊക്കെ അതിലൂടെ ഓടണം കണ്ടിട്ടുണ്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ ചെന്നായ ആടിനെ പിടിച്ചു അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മലമ്പാമ്പ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ എൻ്റെ വാപ്പിച്ചൊക്കെ ഉള്ള സമയത്താട്ടോ മലമ്പാമ്പിനെയൊക്കെ അന്നൊക്കെ തല്ലിക്കൊന്നായിരുന്നു, കേസും കൂട്ടൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇപ്പോഴൊക്കെ മലമ്പാമ്പിനെയൊക്കെ കൊന്നെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് കേസാക്കും. അന്നൊക്കെ വർഷങ്ങൾക്കൊക്കെ മുന്നേ ഒക്കെ മലമ്പാമ്പിനെയൊക്കെ കൊല്ലുമായിരുന്നു ആളുകൾ, ഇങ്ങനെ ആടിനെയൊക്കെ പിടിക്കുമ്പോൾ. അങ്ങനെ മലമ്പാമ്പിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് കേഴയാടിനെ കണ്ടിട്ടില്ല. കേഴയാടൊക്കെ ഇങ്ങനെ ഓടിപ്പോണേ കണ്ടിട്ടുണ്ട്. പക്ഷേ ചെന്നായാലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മുള്ളംപന്നി രാത്രി ഞങ്ങളുടെ കുടിയിലൊക്കെ വന്നിട്ട് കപ്പയൊക്കെ കുത്തുമായിരുന്നു. കപ്പയും ചേമ്പൊക്കെ കിളച്ച് മറിച്ചിട്ടു. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മച്ചിയെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പാട്ട കെട്ടിട്ടൊക്കെ വരുന്നു. പാട്ട കെട്ടിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ഈ മുള്ളംപന്നികൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ തേറ്റ ഇങ്ങനെ മുട്ടണ എന്ത് സൗണ്ട് ഇവർക്ക് അറിയാം. അപ്പോൾ ഒരു പാട്ടടിക്കും. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല കേട്ടോ. അന്നൊക്കെ എൻ്റെ കുടിയിൽ പന്നി കുത്തിയിട്ടേക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. കപ്പയൊക്കെ പന്നി കുത്തിയിട്ടിട്ട്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പകലിൽ നിങ്ങൾ വരത്തില്ലല്ലോ, രാത്രിയല്ലേ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പം ഈ ഒരു വയസ്സിനോടൊക്കെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ശക്തമായിട്ടുള്ള കാറ്റ് എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അതായത് ഒരു പ്രാവശ്യം ചുഴലിക്കാറ്റ് പോലെ അതിശക്തമായിട്ടുള്ളൊരു കാറ്റുമതി. അത് എൻ്റെ ഈ പ്രായങ്ങൾ ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷത്തിനോടൊക്കെയുള്ളൊരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ വെള്ളപ്പൊക്കം, ശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായി. അതുപോലെ കൊറോണയും ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയേക്കണം. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഒരു ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം അതിന് മുന്നേയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്കിതൊന്നും ഇപ്പം ഉണ്ടായില്ല. ഇപ്പം പുതുതായിട്ട് വന്നേക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ആനനെ ഞാൻ കണ്ടൊന്നുമില്ല. അവിടെ ആന വന്ന് എല്ലാവർക്കും ആളുങ്ങൾ നേരമംഗലം തലക്കോട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ള കൂപ്പിക്കിടക്ക് അനത്തക്കിടക്ക് ആന വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉൾക്കാട്ടിലേക്ക് ഇങ്ങനെ ഇച്ചിരിയോടെ ഇറങ്ങിപ്പോട്ടൊക്കെ വീഡിയോ പിടിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടി. എനിക്ക് നാട്ടിൻപുറത്ത് തടി പിടിക്കണ ആനേനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. തടി പിടിക്കണ ആനേനെ തന്നെ എനിക്ക് പേടി. തടി പിടിക്കണ ആനയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ വാപ്പച്ചക്കൊക്കെ തടിപ്പണിയായിരുന്നു. അപ്പോൾ പോകുമ്പോഴൊക്കെ
അങ്ങനെ ആന അന്നൊക്കെ ആനയായിരുന്നു. പോയി ക്രെയിനൊന്നും കൊണ്ടുവന്നൊന്നും തടി എടുക്കണമൊന്നും ഉണ്ടായില്ല, പൊക്കിൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അന്നൊക്കെ ആനയല്ലേ തടിയിലേക്ക്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ദേ ഈ കാട്ടാന, അതായത് നമ്മൾ വളർത്തുന്ന ആന അല്ലാതെ ഉണ്ടോ ആനകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര പേടിയാണ്. ഇപ്പം ഇന്ദിര എന്ന് പറഞ്ഞ ചേച്ചിനൊക്കെ അവിടെ ഒരുപാട് ദൂരമല്ലല്ലോ നേര്യമംഗലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തായൊക്കെ ആണെങ്കിലും കൂപ്പിലൊക്കെ, ഞാനൊക്കെ വനത്തിൻ്റെ ഉള്ളിൽ കൂവ കണ്ടുകളായിരുന്നു. കൂവ എന്ന് പറഞ്ഞ സാധനം നട്ടിട്ട് അതൊക്കെ ഞങ്ങൾ വേനൽക്കാലം ആകുമ്പോൾ അതൊക്കെ പറിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല, കാരണം എവിടെ നിന്നാണ് കയറുന്നു വരാമെന്നറിയില്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. എല്ലാവരും ശ്രദ്ധിച്ചെടുക്കുക. കാട്ടിൽ പോകുമ്പോൾ ഈ സാധനം അനങ്ങി ഇറങ്ങി വരുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഈ കാടിൻ്റെ ചപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നടക്കുക. പ്രായമായവരൊക്കെ കാട്ടുകൂടൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ ഇച്ചിരിയുടെ ചെറുപ്പമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ പോവുക. കാരണം അവർക്ക് ചെവി വെക്കാനും കണ്ണ് കാഴ്ചയൊക്കെ ഇപ്പോൾ ഇന്ദിര എന്ന് പറഞ്ഞ ചേച്ചിക്കും ചെവിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണട്ടെ. ഞാൻ അങ്ങോട്ട് പോയ ചെറിയ വീഡിയോസായിട്ടാണ് വന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പിന്നെ എനിക്ക് എത്ര പെട്ടെന്ന് ഇവിടെ എത്തണമെന്നുണ്ടായിരുന്നാണ്. അതൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. അസ്സലാമു അലൈക്കും.